ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാവുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ്. അതായത് കവിതകളിൽ കാണുന്ന പോയറ്റിക് ഡിവൈസസ്. പലർക്കും ഈ ഭാഗം കേൾക്കുമ്പോൾ പേടിയുണ്ടാകും. പക്ഷേ ശ്രദ്ധിച്ചു കേട്ടാൽ ഇത് വളരെ ലളിതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കവിത എഴുതുമ്പോൾ കവിക്ക് വെറും അർത്ഥം പറഞ്ഞാൽ മതിയെന്നല്ല, വായിക്കുന്നവരുടെ മനസ്സിൽ ഒരു അനുഭവം സൃഷ്ടിക്കണം. അതിനാണ് കവികൾ ചില പ്രത്യേക ഭാഷാപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. ആ ഭാഷാപ്രയോഗങ്ങളെയാണ് പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. പരീക്ഷയിൽ നമ്മളോട് ചോദിക്കുന്നത് ഇതെല്ലാം കണ്ടുപിടിക്കാമോ, മനസ്സിലായിട്ടുണ്ടോ എന്നതാണ്. ഇപ്പോൾ ആദ്യം സിമിലി എന്ന പോയറ്റിക് ഡിവൈസ് നോക്കാം. സിമിലി എന്ന് പറഞ്ഞാൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് ഒരു കാര്യത്തെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന പാഠഭാഗത്തിൽ ലൈക്ക് എ റാഗ് പിക്കർ എന്ന പ്രയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ ഓൾഡ് മാനെ റാഗ് പിക്കറിനോട് ലൈക്ക് ഉപയോഗിച്ച് താരതമ്യം ചെയ്യുന്നു. അതിനാൽ അത് സിമിലിയാണ്. പരീക്ഷയിൽ ഒരു വരിയിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് കണ്ടാൽ ആദ്യം സിമിലിയാണോ എന്ന് പരിശോധിക്കുക. ഇനി മെറ്റഫർ. മെറ്റഫർ സിമിലി പോലെയാണ്, പക്ഷെ ഇവിടെ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിക്കില്ല. നേരിട്ട് ഒരു വസ്തുവിനെ മറ്റൊന്നായി പറയുന്നതാണ് മെറ്റഫർ. മിറർ എന്ന കവിതയിൽ ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട് എന്ന വരി ഓർമ്മയുണ്ടാകുമല്ലോ. ഇവിടെ മിറർ സ്വയം സിൽവർ ആണെന്ന് നേരിട്ട് പറയുന്നു, ലൈക്ക് അല്ല, ആസ് അല്ല. അതിനാൽ ഇത് മെറ്റഫറാണ്. പരീക്ഷയിൽ ഡയറക്റ്റ് കമ്പാരിസൺ ആണെങ്കിൽ മെറ്റഫർ എന്ന് എഴുതാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയറ്റിക് ഡിവൈസാണ് പെർസോണിഫിക്കേഷൻ. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യന്റെ ഗുണങ്ങൾ നൽകുന്നതാണ് പെർസോണിഫിക്കേഷൻ. ശകുന്തളം എന്ന പാഠഭാഗത്തിൽ ദ മാംഗോ ട്രീ ഇസ് ട്രൈങ് ടു ടെൽ മീ സംതിങ് എന്ന വരിയുണ്ട്. മാവിന് സംസാരിക്കാൻ സാധിക്കില്ല, പക്ഷെ മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നതായി ഇവിടെ പറയുന്നു. അതുകൊണ്ടാണ് അത് പെർസോണിഫിക്കേഷനായത്. നോൺ ലിവിംഗ് തിങ് മനുഷ്യനെ പോലെ പെരുമാറുന്നുണ്ടോ എന്ന് നോക്കിയാൽ പെർസോണിഫിക്കേഷൻ കണ്ടെത്താം. അടുത്തത് അല്ലിറ്ററേഷൻ. ഇത് വളരെ എളുപ്പമാണ്. അടുത്തടുത്ത വാക്കുകളിൽ ഒരേ ശബ്ദം ആവർത്തിച്ചാൽ അതിനെ അല്ലിറ്ററേഷൻ എന്ന് പറയുന്നു. ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന കവിതയിൽ ബെൽ ബീറ്റ് എന്ന പ്രയോഗം കാണാം. ഇവിടെ ബി എന്ന ശബ്ദം ആവർത്തിക്കുന്നു. അതിനാൽ അത് അല്ലിറ്ററേഷനാണ്. പരീക്ഷയിൽ സൗണ്ട് റെപ്പറ്റീഷൻ കണ്ടാൽ മതി. ഇനി ഇമജറി. ഇമജറി എന്ന് പറഞ്ഞാൽ കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ ദൃശ്യം വരുത്തുന്നതാണ്. ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന കവിതയിൽ തടാകവും അതിലെ 59 ഹംസകളും വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നില്ലേ, അതാണ് ഇമജറി. ശക്തമായ ദൃശ്യവിവരണമുണ്ടെങ്കിൽ ഇമജറി എന്നാണ് എഴുതേണ്ടത്. അടുത്തത് സിംബൽ. ഒരു വസ്തു വലിയ ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുമ്പോൾ അതിനെ സിംബൽ എന്ന് പറയുന്നു. മിറർ എന്ന കവിതയിലെ മിറർ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം പ്രതിനിധീകരിക്കുന്നു. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന കഥയിലെ ഏഞ്ചൽ സമൂഹത്തിലെ ദുർബലരെയും അവഗണിക്കപ്പെടുന്നവരെയും പ്രതിനിധീകരിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സിംബൽ എന്ന് എഴുതാം. ഇനി പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു കവിതയിലെ വരി വായിക്കുക, ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ സിമിലി. നേരിട്ട് താരതമ്യം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ആണെങ്കിൽ മെറ്റഫർ. ജീവനില്ലാത്ത വസ്തു മനുഷ്യനെ പോലെ പെരുമാറുന്നുണ്ടോ എന്ന് നോക്കുക. ആണെങ്കിൽ പെർസോണിഫിക്കേഷൻ. ഒരേ ശബ്ദം വീണ്ടും വീണ്ടും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ആണെങ്കിൽ അല്ലിറ്ററേഷൻ. മനസ്സിൽ ഒരു ചിത്രം തെളിയുന്നുണ്ടോ എന്ന് നോക്കുക. ആണെങ്കിൽ ഇമജറി. ഇങ്ങനെ ശ്രദ്ധിച്ചു വായിച്ചാൽ പോയറ്റിക് ഡിവൈസസ് ഒരു പ്രശ്നവുമല്ല, മറിച്ചത് മാർക്ക് ഉറപ്പാക്കുന്ന ഒരു ഭാഗമാണ്. അടുത്ത ക്ലാസ്സിൽ ഓരോ കവിതയും പ്രത്യേകം എടുത്ത് അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് മാത്രം വിശദമായി നോക്കാം. ശ്രദ്ധിച്ചു പഠിക്കുക. എല്ലാവർക്കും നന്ദി.